നമസ്കാരം. കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവെ കേന്ദ്ര സർക്കാർ വിരുദ്ധമാണ്. അന്ധമായ BJP വിരുദ്ധ നിലപാടുള്ളവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും. പക്ഷെ ചിലപ്പോഴൊക്കെ അവർക്ക് ചില ബോധോദയം വരാറുണ്ട്. അത്തരത്തിൽ ഒരു ബോധോദയം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ നടന്ന ചർച്ചയ്ക്കിടെ അവതാരകൻ വിനു വി ജോണിന് ഉണ്ടായി. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ന് നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിലെത്തിയ ദൃശ്യങ്ങൾ തത്സമയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിൻ്റെ ധനമന്ത്രിയാണ്. അവർ വരുന്ന വാഹനമാണ് കാണുന്നത്. 10-12 ലക്ഷം മാത്രം വിലയുള്ള മാരുതിയുടെ സിയാസ് കാറിലാണ് രാജ്യത്തിൻ്റെ ധനമന്ത്രി വരുന്നത്. ദില്ലിയിൽ പോകുമ്പോൾ നമുക്കെല്ലാം അറിയാം, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരിൽ മിക്കവാറും എല്ലാവരും ഇതുപോലെയുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തീർച്ചയായും പ്രതിരോധ മന്ത്രിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ വാഹനങ്ങൾ ഉണ്ടാവാം. ഇതാണ് എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരുടെയും വാഹനം. കേരളത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാർ മുതൽ സർവ്വ കോർപ്പറേഷൻ്റെയും ബോർഡിൻ്റെയും അധ്യക്ഷന്മാർ മുതൽ സംസ്ഥാനത്തെ മന്ത്രിമാർ വരെ 30-35 ലക്ഷം, ഇതിൻ്റെ 3 ഇരട്ടി വിലയുള്ള ഇന്നോവ കാറുകളിൽ, ഇതിൻ്റെ 3 ഇരട്ടി പരിപാലന ചെലവുള്ള വണ്ടികളിൽ സഞ്ചരിക്കുന്നു. ഇനി മന്ത്രിമാർ കഴിഞ്ഞ് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ വരെ ഇതുപോലെയുള്ള വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. ഇത്തവണത്തെ ബജറ്റിലും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ 100 കോടി നമ്മുടെ ധനമന്ത്രി മാറ്റിവെച്ചിട്ടുമുണ്ട്. അവർക്ക് മുന്നിലാണ്. ദില്ലിയിൽ കേരള ഹൗസിൽ തന്നെ 2 വാഹനങ്ങൾ മാറ്റിയിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും ഗവർണർക്കും മാത്രം ഉപയോഗിക്കാൻ വില കൂടിയ വാഹനങ്ങൾ അവരില്ലാത്തപ്പോൾ മൂടിയിട്ടിരിക്കും. കേരള ഹൗസിൽ ചെല്ലുന്നവർക്ക് കാണാം. ഈ പുട്ടിൻ്റെ കടലിലെ കണക്ക് പറഞ്ഞ തോമസ് മാഷിന് അവിടെയും ഇവിടെയും ഒക്കെ ഇതുപോലെയുള്ള വാഹനമുണ്ട്, അതിനുള്ള ചെലവുമുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ ധനമന്ത്രി വരുന്ന വാഹനം ഇതാണെന്ന് കേരളത്തിലെ ഈ ഇന്നോവയ്ക്ക് കൊതിച്ചിരിക്കുന്ന IAS-കാർക്ക് IPS-കാർക്ക് സർവീസിൽ കയറുമ്പോൾ മുതൽ ഇത് വേണം. അവർ മുഴുവൻ ആലോചിക്കട്ടെ. കേരളത്തിലെ ജനങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്താണ് നിങ്ങളെ ഈ ഇന്നോവയിൽ സഞ്ചരിപ്പിക്കുന്നത്. ഇതാണ് ആ ഭാഗം. അതായത് കേന്ദ്ര ധനമന്ത്രി വരുന്ന വാഹനത്തെക്കുറിച്ചാണ് വിനു വി ജോൺ നിരീക്ഷിച്ചതും ഇവിടെ അഭിപ്രായം പറഞ്ഞതും. ഒരു മാരുതി സിയാസ് വാഹനത്തിലാണ് കേന്ദ്ര ധനമന്ത്രി വരുന്നത്. കേന്ദ്ര ധനമന്ത്രിയെ കാണാൻ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ പോയിരുന്നു. ദില്ലി കേരള ഹൗസിലേക്ക് ഇങ്ങോട്ട് വന്നാണ് ധനമന്ത്രി ചർച്ച നടത്തിയത് എന്നൊക്കെ നമ്മൾ കണ്ടു. ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കാറ് ശ്രദ്ധിക്കപ്പെട്ടത്. ധനമന്ത്രി വളരെ കേന്ദ്ര ധനമന്ത്രിയാണ്, ഈ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ ധനമന്ത്രിയാണ്. അവർ ഒരു 10-12 ലക്ഷം രൂപ മാത്രം വില വരുന്ന ഒരു വാഹനത്തിൽ വരുന്നു, ചർച്ച നടത്തുന്നു, പോകുന്നു. എന്തൊരു ലളിതമാണ് എന്നാണ് വിനു വി ജോൺ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, പിണറായി വിജയൻ്റെ കാർ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ സർക്കാർ ഉപയോഗിക്കുന്ന കാറുകൾ, കേരളത്തിലെ ഏറ്റവും ജൂനിയറായിട്ടുള്ള ഓഫീസർമാർ മുതൽ അങ്ങേയറ്റം മുഖ്യമന്ത്രി വരെ ഉപയോഗിക്കുന്ന, ഗവർണർ വരെ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ നില, അല്ലെങ്കിൽ അതായത് ഈ കേന്ദ്ര ധനമന്ത്രി ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ 3 ഇരട്ടിയോളം വില വരുന്ന വാഹനങ്ങളാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ധൂർത്ത് എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്ത് നേടുന്നതാണ് ഇവരെല്ലാം ഇങ്ങനെ എടുത്ത് ധൂർത്തടിക്കുന്നത് എന്നാണ് വിനു വി ജോൺ പറഞ്ഞു വെച്ചത്. തീർച്ചയായും വ്യക്തമായ ഒരു സന്ദേശമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയം തന്നെ അതാണ്. 2014 മുതൽ നരേന്ദ്രമോദി പറയുന്നുണ്ട്, മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേണൻസ് എന്നത്. അതായത് ഗവൺമെൻറ് ചെറുതായിരിക്കുക, ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ കുറയ്ക്കുക, ധൂർത്ത് കുറയ്ക്കുക, പക്ഷെ ഗവേണൻസ് അത് വിപുലമാക്കുക. എത്ര വേണമെങ്കിലും രാജ്യത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ള സമ്പത്ത് അത് ചോരാതെ നോക്കുക. ഇതെല്ലാമാണ് നരേന്ദ്രമോദിയുടെ ഒരു നയം എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടക്കകാലത്ത് കേരളത്തിലെ മാധ്യമങ്ങളുടെ അഭിപ്രായം ഇതായിരുന്നില്ല. അതായത് ഈ പോരാളി ഷാജിമാർ എഴുതി വിടുന്നതിനെല്ലാം എൻഡോസ് ചെയ്യുകയായിരുന്നു കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെയും ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ഇരിക്കുന്ന അവതാരകന്മാരുടെയും എല്ലാം പണി. അതായത് നരേന്ദ്രമോദി 10 ലക്ഷത്തിൻ്റെ കോട്ട് ധരിക്കുന്നു, സ്വർണ്ണ നൂലുകൊണ്ട് നരേന്ദ്രമോദി തൻ്റെ കോട്ടിൽ നരേന്ദ്രമോദി എന്ന് എഴുതി വച്ചിരിക്കുന്നു, എത്രയോ ലക്ഷം രൂപയുടെ പേന ഉപയോഗിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാച്ച് അത്യാഡംബരപൂർണമായ ഒരു വാച്ചാണത്രേ, വിദേശ പര്യടനങ്ങൾ ഇങ്ങനെ വെറുതെ നടത്തിക്കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി കോടികൾ പൊടിക്കുന്നു എന്നൊക്കെയായിരുന്നു കേരളത്തിലെ പ്രചരണം.
കുറേ കാലം ആ പ്രചരണത്തിന് ഒരു ആക്കം കിട്ടി, അല്ലെങ്കിൽ കുറേ അധികം ജനങ്ങൾ അത് വിശ്വസിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കെല്ലാം കാര്യം മനസ്സിലായി. ഇപ്പോൾ അത്തരത്തിലുള്ള ഡയലോഗുകളൊന്നും ആരെങ്കിലും പറഞ്ഞാലും അത് വിലപ്പോവുകയുമില്ല. കാരണം നരേന്ദ്രമോദി തൻ്റെ ചികിത്സാ ചെലവിലേക്ക് എന്ന് പറഞ്ഞ് 1 രൂപ പോലും ഭാരതത്തിൻ്റെ ഖജനാവിൽ നിന്നും അദ്ദേഹം എഴുതിയെടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഖജനാവിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചികിത്സാ ചെലവ് വഹിക്കാനൊക്കെ കഴിയും, പക്ഷേ അത് അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി സ്വന്തമായിട്ടുള്ള ചെലവുകളൊന്നും തന്നെ അദ്ദേഹം ഇന്ത്യൻ ഖജനാവിൽ നിന്ന് എഴുതിയെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ദിവസത്തെ അവധി പോലും എടുക്കാതെ അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലളിതമായ, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ വാഹനങ്ങൾ ഉണ്ടാകാം, വില കൂടിയ വാഹനങ്ങൾ ഉണ്ടാകാം. അത് അവരുടെ സുരക്ഷയുടെ ഭാഗമാണ്, സുരക്ഷാ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. പക്ഷേ അങ്ങനെയല്ല, ക്യാബിനറ്റ് മന്ത്രിമാരെല്ലാം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. കേരളവുമായി താരതമ്യപ്പെടുത്തുകയാണ് വിനു വി ജോൺ. വിനു വി ജോൺ പറഞ്ഞതിനും അപ്പുറത്തേക്കും ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ഇന്നോവ ക്രിസ്റ്റ തരംഗമാണ് കേരളത്തിൽ. 100 കോടി രൂപയാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പുതിയ വാഹനങ്ങൾ വാങ്ങാനായി മാത്രം നീക്കി വച്ചിരിക്കുന്നത് എന്നോർക്കുക. ഈ വാഹനങ്ങളെല്ലാം ഈ പറയുന്ന ഉന്നതരായ ഉദ്യോഗസ്ഥർ മുതൽ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാർ, അതോടൊപ്പം തന്നെ ചില കമ്മീഷനുകൾ, പുന്നക്ക വികസന കോർപ്പറേഷൻ, ഇതിൻ്റെയൊക്കെ മെമ്പർമാരും അധ്യക്ഷന്മാരും ഇവരുടെ PA-മാരും എല്ലാം ഉപയോഗിക്കുന്നത് വില കൂടിയ ഇന്നോവ ക്രിസ്റ്റ കാറുകളാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അദ്ദേഹത്തിന് ജില്ലയ്ക്കകത്തൊരു കാറ്, ജില്ലയ്ക്ക് പുറത്തേക്ക് മറ്റൊരു കാറാണ്. ജില്ലയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കിയ കാർണിവലാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പരിപാലന ചെലവാണ് ഏറ്റവും അധികം പരിതാപകരം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പുത്തൻ വാഹനമാണ് എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ കിയ കാർണിവൽ കാർ ഭൂരിഭാഗം സമയവും തിരുവനന്തപുരത്തെ കിയയുടെ സർവീസ് സെൻറ്ററിലാണ്. കാരണം ഓരോ ഓട്ടത്തിന് ശേഷവും ഈ കാറ് സർവീസ് സെൻറ്ററിലേക്ക് പോകുന്നു, വിവിധ പാർട്സുകൾ മാറ്റുന്നു, ഓരോ മാസവും 3ഉം 4ഉം തവണ സർവീസ് ചെയ്യുന്നു. ലക്ഷങ്ങളുടെ ബില്ലാണ് ഈ പറയുന്ന കാറ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം, മുഖ്യമന്ത്രിയുടെ കാറ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ചിലവാകുന്നത്. ഇങ്ങനെ താരതമ്യേന കിയ കാർണിവൽ കാറിൻ്റെ, മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന കാറിൻ്റെ മൈലേജായി അറിയാൻ കഴിഞ്ഞത് 8-9 കിലോമീറ്റർ മാത്രമാണ്. മാരുതിയുടെ കാറുകൾ ഏതാണ്ട് 20-21 കിലോമീറ്റർ അവർ മൈലേജ് പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു 15എങ്കിലും കിട്ടാതിരിക്കില്ല. കേന്ദ്രമന്ത്രിമാരെല്ലാം ആ കാറുകൾ ഉപയോഗിക്കുമ്പോൾ ഇന്ധനക്ഷമത തീരെ കുറഞ്ഞ, പരിപാലന ചെലവ് വളരെയധികമുള്ള, അതോടൊപ്പം തന്നെ വില വളരെ കൂടിയ ആഡംബര കാറുകളാണ് ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്ന കേരളം പോലും ഉപയോഗിക്കേണ്ടത്. അതായത് മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേണൻസ് എന്ന് പറയുന്ന തത്വം കേരളവും അംഗീകരിച്ച് തുടങ്ങണം. എന്നാൽ മാത്രമേ ഈ സംസ്ഥാനം രക്ഷപ്പെടൂ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് വിനു വി ജോൺ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ശരിയാണ്. പക്ഷേ ഈ അഭിപ്രായം എവിടെ നിന്നാണ് വന്നത്, എവിടെ നിന്നാണ് ഈ അഭിപ്രായങ്ങൾ മാറി മറിഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അതായത് നരേന്ദ്രമോദിയുടെ കോട്ടുകളുടെ വില ലക്ഷങ്ങളായി വ്യാഖ്യാനം ചെയ്ത മാധ്യമപ്രവർത്തകർ തന്നെ ആ സർക്കാരിൻ്റെ ലാളിത്യം, മിനിമം ഗവൺമെൻറ് എന്ന നയം, ഇതെല്ലാം ഇപ്പോൾ വാനോളം പുകഴ്ത്തുന്നു എന്നുള്ളതാണ് ആശ്ചര്യകരം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.